യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ സ്ഥാനാരോഹണം ഇന്ന്. ലെബനനിലെ ബെയ്റൂട്ടിനടുത്തുള്ള അച്ചാനയിലെ സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വിവിധ സഭാ മേലധ്യക്ഷന്മാരടക്കം ഒട്ടേറെ പേർ ചടങ്ങിനെ സാക്ഷിയാകാൻ ബെയ്റൂട്ടിലെത്തിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധി സംഘവും എത്തിയിട്ടുണ്ട്. ചടങ്ങുകൾക്ക് ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇന്ത്യൻ സമയം രാത്രി 8:30 സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. സമാനതകളില്ലാത്ത പ്രതിസന്ധികൾക്കിടെയാണ് യാക്കോബായ സഭയുടെ അധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത ചുമതലയേൽക്കുന്നത്. ആധ്യാത്മിക ജീവിതത്തിനൊപ്പം മികച്ച സംഘാടകൻ എന്നതുകൂടിയാണ് 64-കാരനായ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ സഭയുടെ ഭരണ ചുമതല ഏൽപ്പിക്കുവാൻ അന്തോക്യ സിംഹാസനത്തെ പ്രേരിപ്പിച്ചത്. ക്ഷേമപ്രവർത്തനങ്ങളുടെ സൂത്രധാരൻ, സഭയ്ക്ക് പൊതുസമൂഹത്തിൽ മേൽവിലാസം നൽകിയ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അമരക്കാരൻ, സഭയുടെ സാമൂഹിക രാഷ്ട്രീയ നിലപാട് തെളിമയോടെ പറയുന്ന നേതാവ് എന്നിങ്ങനെയെല്ലാം കഴിവ് തെളിയിച്ച ജോസഫ് മാർ ഗ്രിഗോറിയോസ് ചുമതലയേൽക്കുമ്പോൾ സഭാസമൂഹവും പ്രതീക്ഷയിലാണ്. വൈദികനായി അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് യാക്കോബായ സഭയുടെ കാതോലിക്ക ബാവയായി എത്തുന്നത്. തോമസ് പ്രഥമൻ ബാവയുടെ അനാരോഗ്യത്തെ തുടർന്ന് ഭരണനിർവഹണം ഒഴിഞ്ഞതോടെ 2019 മുതൽ ജോസഫ് മാർ ഗ്രിഗോറിയോസ് ആണ് സഭയുടെ മെത്രാപ്പോലീത്തൻ ട്രസ്റ്റി. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം കലുഷിതമായ മധ്യ കേരളത്തിൽ സഭയെ ശക്തമായി മുന്നോട്ട് നയിച്ചതിനുള്ള അംഗീകാരമാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസിന് കാതോലിക്ക ബാവ പദവി. വിട്ടുവീഴ്ചയ്ക്കും സമവായത്തിനും അദ്ദേഹം തയ്യാറായി. എറണാകുളം മുളന്തുരുത്തി പെരുമ്പിള്ളി സ്രാമ്പിക്കൽ വർഗീസിന്റെയും സാറാമ്മയുടെയും മകനായി 1960 നവംബർ 10 ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ ജനനം. പരുമല തിരുമേനിയുടെ 4ാം തലമുറക്കാരന് ജന്മനിയോഗമായിരുന്നു വൈദിക ജീവിതം. 13-ാം വയസ്സിൽ ഷമ്മാശപ്പട്ടം, 33-ാം വയസ്സിൽ പാത്രിയാർക്കീസ് ബാവ തന്നെയാണ് മെത്രാപ്പോലീത്തയായി അദ്ദേഹത്തെ വാഴിച്ചത്. തുടർന്ന് 30 വർഷക്കാലം സഭയുടെ ഭരണസിരാ കേന്ദ്രമായ പുത്തൻകുരിശ് കേന്ദ്രീകരിച്ചു പ്രവർത്തിച്ചു. കൊച്ചി ഭദ്രാസന മെത്രാപ്പോലീത്ത 18 വർഷക്കാലം സുന്നഹദോസ് സെക്രട്ടറി എന്നീ നിലകളിലും ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത പ്രവർത്തിച്ചു.